ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തിയിണയറയന്നങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമളകൂജനഗാനമുതിർത്തു ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഓരോ നിമിഷവും ഓരോ മദിരാചഷക ഓരോ ദിവസവും ഓരോ പുഷ്പവിമാനം എന്തൊരു ദാഹം എന്തൊരു വേഗം എന്തൊരു ദാഹം എന്തൊരു വേഗം എന്തൊരു മധുരം എന്തൊരു ഉന്മാദം ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തിയിണയറയന്നങ്ങൾ വിണ്ണിൽ നീളെ പറന്നു പാറി പ്രണയകബോധങ്ങൾ തമ്മിൽ പുൽകി കേളികളാടി തരുണമരാളങ്ങൾ ഒരേ വികാരം ഒരേ വിചാരം ഒരേ വികാരം ഒരേ വിചാരം ഒരേ മദാലസരാസവിലാസം ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തിയിണയറയന്നങ്ങൾ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമളകൂജനഗാനമുതിർത്തു ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ. ജയദീപിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ചത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എനിക്ക് ജയദീപിൻ്റെ കാര്യത്തിൽ വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നിയ ഒരു എഫക്റ്റ്, നല്ല സംഗതികളും ഗമകമൊക്കെ വരുന്ന സമയത്ത് ജയദീപ് വളരെയധികം ശ്രദ്ധിച്ച് പാടുന്നുണ്ട്. പക്ഷേ ചില സിമ്പിൾ സാധനങ്ങൾ വരുമ്പം അവിടെയാണ് ജയദീപിന് ഗ്രിപ്പ് പോകാൻ ചാൻസ്. അത് എനിക്ക് തോന്നുന്നത് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളൊരു പോർഷൻ തെറ്റരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കൂടുതലും ഫോക്കസ് അത് പഠിക്കാനാണ് പോകുന്നത് ടൈം. അപ്പോൾ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ഓരോ കണ്ട ജസ്റ്റ് ഒരു നോട്ട് മാത്രം, ഓരോ
ദിവസവും ഓരോ Right. ദിവസവും ഓരോ. ജസ്റ്റ് ഒരു നോട്ട് നിൽക്കുന്ന ഒരു കാര്യമുള്ളൂ. പക്ഷെ അവിടെയാണ് ജയദീപ് പോകുന്നത്. പക്ഷെ അതൊക്കെ വന്നപ്പോൾ കറക്റ്റായിട്ട് പാടി. ഒരൊറ്റ നോട്ടിൽ നിൽക്കേണ്ട ചാൻസ് വന്നപ്പം അവിടെ പോയി. അതാണ് ഞാൻ അത് എക്സാമ്പിൾ വെച്ച് കാണിച്ചത് തന്നെ. അതേ സ്ഥലമാകുമ്പോൾ പിന്നെയും പോകുന്നറിയാം. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടെൻഷൻ്റെ പുറത്തായിരിക്കണം ഒരുപാട്. ഒന്നും ഇല്ലാത്തൊരവസ്ഥയെന്ന് തുടങ്ങേണ്ട. എന്ത് ഐ മീൻ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങേണ്ട ഒരു അങ്ങനെ ഓക്കെ ഇല്ലല്ല, പക്ഷേ രക്ഷപ്പെട്ടില്ലേ. സോ ഡൂയിങ് വെൽ. പിന്നെ ഈ പറഞ്ഞ പോലെ അനുപല്ലവി ടോട്ടലി പിച്ച് ഔട്ടും തീരെ അങ്ങോട്ട് നോട്ടിലോട്ട് എത്താത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ നമ്മൾ കാണിച്ചു കൊണ്ടൊരു ഒരു വെപ്രാളം ഫീൽ ഉണ്ടായിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ നമ്മൾ കൊക്കുകൾ ചേർത്തു, ആ ലൈനൊന്നും ശ്രുതി ചേർന്നില്ല. കൊക്കുകൾ ചേർന്നു എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ ശ്രുതി തീരെ ചേർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ശ്രുതി ടോട്ടലി പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്ന് അതേസമയം തന്നെ സംഗതികളിട്ട് വരുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. ജയദീപിൻ്റെ പാൻറ് ഒരു പ്രത്യേകത ഉള്ള ഒരു സ്റ്റൈൽ പാൻ്റാണല്ലോ. ഒരു ചാക്കിൻ്റെ അകത്തൊക്കെ കയറിയിരിക്കുന്ന ഒരു ഫീലാണല്ലോ. ഇത് എന്തെങ്കിലും ഒരു ചാക്കോ എന്നുള്ളതാണോ പേര്? അല്ല, ജയദീപ് അറിയില്ല. ജയദീപ് അല്ല, അതെനിക്കൊന്ന് പുതിയ സ്റ്റൈൽ. ആദ്യം അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇത് എന്താണ് ഫിറ്റ് ചെയ്യാൻ മറന്നു. അങ്ങനെ എന്താ പറഞ്ഞില്ലേ ജയദീപ് വന്ന് ഇവിടെ നിന്നപ്പം എൻ്റെ അടുത്ത് ജാസി ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത് തയ്യൽ കഴിയാത്ത പാൻറ് ഇട്ടാണോ വന്നിരിക്കുന്നത്? പല സ്ഥലത്തും ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നത്. സാർ അങ്ങനെ അടിച്ചാൽ തയ്യൽ കഴിയാത്ത കുറേ പാറ്റുകൾ ഇവിടെ കാണാം. ഇല്ല, ആക്ച്വലി സിംഗിങ് നോക്കുമ്പോഴത്തേക്ക് വളരെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ചിരിയും ഇതൊക്കെ ഉണ്ട്. വളരെ നന്നായിട്ട്, വളരെ പ്ലീസിങ് ആയിട്ട് തോന്നി സിംഗിങ്. വളരെ ഇംപ്രസീവ് ആണ്. ജയദീപിൻ്റെ സ്മൈൽ ഒരു ട്രേഡ് മാർക്കാണ് ജയദീപിൻ്റെ. അപ്പം എനിക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ജാസി എന്ന് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് രവീന്ദ്ര മാഷിൻ്റെ ഒരു സോങ് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സോങ്. രവീന്ദ്ര മാസ്റ്ററുടെ സോങ് സാധാരണ അതെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ മാത്രമേ അത് എടുക്കുള്ളൂ. അത് ഉഗ്രനായിട്ട് ദാസാറ് പാടിയിരിക്കുന്ന അങ്ങനെ ഒരു സ്റ്റൈലായി വളരെ ഭയങ്കര എക്സ്പ്രഷൻ. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ദാസാറിൻ്റെ സിംഗിങ്ങിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതൊക്കെയാണോ ഈ പാട്ട് എടുക്കാൻ കാര്യം? പ്രത്യേകിച്ച് അൽഫോൺസ് സാർ പറഞ്ഞിരുന്നു ഇങ്ങനെ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളത്. ആ ഫിനിഷിംഗ് ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. ഫിനിഷിംഗ് ഒക്കെ കൂടുതൽ ഭാവം എങ്ങനെ കൊടുക്കുന്നുള്ള കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. അത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കേട്ടപ്പോൾ മനസ്സിലായി. ഈ പറഞ്ഞ പോലെ മൈന്യൂട്ടായിട്ടുള്ള ഈ സസ്റ്റെയിൻ നോട്ട് ആ പിച്ചിൽ പെർഫെക്റ്റായിട്ട് നിൽക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ബാക്കി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ലൊരു ഫീൽ നന്നായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അത് ആളുകളത് മനസ്സിലാക്കി അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് പരിശ്രമിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.